ഇതെന്താ വെളിച്ചെണ്ണയാണോ? ഇതാരാ ഇവിടെ ഒഴിച്ചത്? എനിക്കറിഞ്ഞൂടാ. എന്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതായിരിക്കും. ദേ സുകുമാരിയമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനും അമ്മയും രാധയും കൂടി പോയിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. മോളെ എഴുന്നേക്ക് നീ. മുത്തശ്ശി, അവൾക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്റെ വയറിന്റെ സൈഡെല്ലാം വേദനിക്കുന്നു. അയ്യോ മോളെ, എന്റെ വയറ് വേദനിക്കുന്നു. എനിക്ക് ഒട്ടും വയ്യ. എന്ത് മോളെ? മോളെ പ്രിയങ്ക ഇവിടെ വീണോന്ന് അതിന്റെ കരച്ചില. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അയ്യോ, ആശുപത്രിയിൽ ഒന്നും പോവണ്ട. ഇതിപ്പൊ മാറിക്കോളൂ. എഴുന്നേക്ക്. എടി പ്രിയങ്ക, എഴുന്നേക്ക് മോളെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല മുത്തശ്ശി. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു. സാരമില്ല മക്കളെ, എഴുന്നേക്ക്. അതെ, ആശുപത്രി കൊണ്ടുപോകാതെ പറ്റില്ല. അതിനുവേണ്ടി സുകുമാരി തർക്കം പിടിക്കണ്ട. അതെ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ശരിയാവില്ലല്ലോ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലേ അവസാനം മുത്തശ്ശി ഇവിടെ ഉള്ളവരല്ലേ പറയാ. തർക്കം വേണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഞാനല്ലേ പറഞ്ഞത്. അതങ്ങ് അനുസരിച്ചാ മതി. അതെ, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഒരിടത്ത് കൊണ്ടുപോവണ്ട. എനിക്ക് ഒരാളെ വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിലേ ഇത് നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള അടവായിരിക്കും. മോളെ രാധികെ, ആംബുലൻസ് വിളിക്ക. അവര് വരുമ്പോ അവരുടെ കൂടെ അറ്റൻഡർമാരുണ്ടാവും. അവര് കൊണ്ടുപോയിക്കോളും. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെയാണെങ്കിലേ എന്റെ മോളെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം. എനിക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. ദേ നോക്ക്, നിങ്ങൾക്ക് വാശി കാണിക്കണമെങ്കിൽ അതിന് വേറെ സമയമുണ്ട്. ഇത്രയൊക്കെ ഞങ്ങൾ സഹിക്കുന്നില്ലേ? അതുപോലെ ഞങ്ങൾ പറഞ്ഞാലും കേൾക്കണം.